സാർ, പാകിസ്ഥാനിലെ കറാച്ചി എയർപോർട്ടിന് സമീപത്തായി ഒരു സ്ഫോടനമുണ്ടായി. 2 ചൈനീസ് പൗരന്മാരാണ് കൊല്ലപ്പെട്ടതെന്ന് പാകിസ്ഥാനിലെ ചൈനീസ് എംബസിയും സ്ഥിരീകരിച്ചു. അതിൻ്റെ ഉത്തരവാദിത്വം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഏറ്റെടുത്തു. എന്താണ് അവിടെ നടക്കുന്നത്? ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നമ്മൾ മുമ്പ് ഓപ്പറേഷൻ ഹെറോഫ് എന്ന് പറഞ്ഞ അവരുടെ ഒരു പദ്ധതിയെപ്പറ്റി ചർച്ച ചെയ്തിരുന്നതാണ് 2 മാസം മുമ്പ്. അവർ ഓപ്പറേഷൻ ഹെറോഫ് എന്ന് പറഞ്ഞ് അത് ഡാർക്ക് സ്റ്റോം എന്നാണ് അതിൻ്റെ അർത്ഥം. കറുത്ത ചുഴലി എന്നൊക്കെ പറയാവുന്ന തരത്തിൽ ഓപ്പറേഷൻ ഹെറോഫ്. അപ്പോൾ അത് മൊത്തം ഈ ബലൂചിസ്ഥാൻ മേഖലയിൽ നിന്നൊക്കെ ഈ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ എന്ന് പറഞ്ഞിട്ട്, സാമ്പത്തിക ഇടനാഴി എന്ന് പറഞ്ഞിട്ട് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് ചൈനയുടെ പദ്ധതിയാണ്. അതിൽ ധാരാളം അടിസ്ഥാന സൗകര്യ പദ്ധതികൾ മറ്റേ പാകിസ്ഥാനിൽ നടപ്പാക്കി വരുന്നുണ്ട്. അപ്പോൾ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ധാരാളം പ്രകൃതി വിഭവങ്ങൾ, വെള്ളി, ചെമ്പ് നിക്ഷേപങ്ങളും ഒക്കെയുള്ള മിനറൽസ് ധാരാളമുള്ള സ്ഥലമാണ്. അപ്പോൾ അത് മുഴുവൻ ചൂഷണം ചെയ്യുകയാണ് ചൈന. ഞങ്ങൾക്ക് ഇതിൽ നിന്നൊരു ഗുണവും ഇല്ല എന്ന് പറയുന്ന കൂട്ടരാണ് ഈ ബലൂചിസ്ഥാൻ. അപ്പോൾ അവിടെ പല പദ്ധതികൾക്കും വരുന്ന ചൈനീസ് എൻജിനീയർമാർക്കും ജീവനക്കാർക്കും ഒക്കെ നേരെ ഇവരാക്രമണം നടത്താറുണ്ട്. അങ്ങനെ ഒരെണ്ണമാണ് ഇതിപ്പോൾ. കുറച്ച് നാൾ മുമ്പ് ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട 5 ചൈനീസ് എൻജിനീയർമാരെ ആക്രമിച്ച് കൊന്നിരുന്നു. പിന്നെ ചൈനയുടെ പ്രോജക്റ്റിന് പഞ്ചാബിൽ നിന്ന് വന്നിരുന്ന കുറേ ആളുകളെ ഒരു ബസ് തടഞ്ഞു നിർത്തിയിട്ട് ഈ ശരിക്കും ഐഡന്റിറ്റി നോക്കിയിട്ട് പട്ടാളാണോ പഞ്ചാബിൽ നിന്നുള്ളവരാണോ എന്നൊക്കെ നോക്കിയിട്ട് 23 പേരെ മറ്റോ വെടിവെച്ച് കൊന്നിരുന്നു ഇതിനു മുമ്പ്. അപ്പോൾ ബലൂചിസ്ഥാൻ അങ്ങനെ ചെയ്തു വരുമ്പോഴാണ് ഇപ്പോൾ ഓപ്പറേഷൻ ഹെറോഫ് എന്ന് പേരിട്ട് അവർ പട്ടാള താവളങ്ങളൊക്കെ ആക്രമിക്കുകയുണ്ടായി. ഓപ്പറേഷൻ ഹെറോഫിൻ്റെ ഭാഗമായിട്ട് 1 മാസം മുമ്പേ അവിടെ പട്ടാള താവളങ്ങളും ഒക്കെ ആക്രമിച്ചിരുന്നു. സാധാരണഗതിയിൽ ഈ ഞായറാഴ്ചകളിൽ ഇത്തരം ആക്രമണങ്ങൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നടത്താറുണ്ട്. അതാണ് ഈ ഞായറാഴ്ച നടന്നപ്പോൾ ഞാൻ വീണ്ടും ഓർത്തത്. അപ്പോൾ 2 ചൈനക്കാർ കൊല്ലപ്പെട്ടു. ഇതിൽ 10 പേർക്ക് പരിക്ക് പറ്റി. കറാച്ചിയിൽ ജിന്ന രാജ്യാന്തര വിമാനത്താവളത്തിന് പുറത്താണ് ഈ സംഭവം നടന്നത്. ഞായറാഴ്ച രാത്രി ഈ കുറേ കാറുകളെ തീ വിഴുങ്ങുന്നതൊക്കെ ദൃശ്യങ്ങളിൽ കാണാം ഇതിൻ്റെ. അത് കഴിഞ്ഞ് പുകസ്തംഭം ഉയരുന്നതുമൊക്കെ കാണാം. പോർട്ട് കാസിം ഇലക്ട്രിക് പവർ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്, ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട ഈ ചൈന ജീവനക്കാരാണ് കൊല്ലപ്പെട്ടത്. അതായത് പോർട്ട് കാസിം ഇലക്ട്രിക് പവർ കമ്പനി, അത് ചൈനയുടെ ചുമതലയിലാണ്, നിക്ഷേപത്തിലാണ് ഈ പവർ കമ്പനി നിൽക്കുന്നത്. അവരുടെ ഒരു വാഹന വ്യൂഹം കോൺവോയ് ആണ് രാത്രി 11 മണിക്ക് ആക്രമിക്കപ്പെട്ടത്. കൊല്ലപ്പെട്ടവരിൽ പാകിസ്ഥാൻകാരും ഉണ്ട് എന്ന് പറയുന്നു. പക്ഷെ ആ കാര്യം പുറത്ത് പറഞ്ഞിട്ടില്ല. 10 പേര് പരിക്കുപറ്റി ആശുപത്രിയിലുണ്ടെന്ന് ആശുപത്രിയുടെ ചുമതലയുള്ളവർ പറയുന്നുണ്ട്. ഈ ഇതിൻ്റെ ജിയോ TV-യിൽ പറഞ്ഞിരുന്നു ആഭ്യന്തരമന്ത്രി സിയാവുൾ ഹസൻ, ആ മേഖലയിലെ ആഭ്യന്തരമന്ത്രി പറഞ്ഞിരുന്നു വിദേശികളായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം, ടാർഗറ്റ്. പിന്നെ ഡെപ്യൂട്ടി IG ഈസ്റ്റ് അസ്വർ മഹേസർ പറഞ്ഞു ഒരു ഓയിൽ ടാങ്കർ പൊട്ടിത്തെറിച്ച പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇത് IED അറ്റാക്കാണ് എന്ന് ചിലർ പറയുന്നുണ്ട്. ഒരു കാറിൽ ആയിരുന്നു സ്ഫോടകം എന്ന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും പറയുന്നുണ്ട്. ഓയിൽ ടാങ്കർ എക്സ്പ്ലോഷൻ ആയിരുന്നു എന്നുള്ളത് മൾട്ടിപ്പിൾ സോഴ്സസ് പറയുന്നുണ്ട്, പല സോഴ്സുകളും പറയുന്നുണ്ട്. അപ്പോൾ ചൈന ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ടെററിസ്റ്റ് അറ്റാക്ക്, ഭീകര ആക്രമണം ആയിട്ടാണ് ചൈന വിശേഷിപ്പിച്ചത്. എയർപോർട്ടിൻ്റെ അടുത്ത് മോഡൽ കോളനി റോഡിൽ ആയിരുന്നു ഈ ആക്രമണം. വിമാനത്താവളത്തിന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. എയർപോർട്ടിൽ നിന്ന് ഈ ഫയർ ടെൻഡേഴ്സ് തീ അണയ്ക്കാനായിട്ട് ഉടനെ എത്തി അണയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ അപ്പോഴേക്കും നടക്കേണ്ടതൊക്കെ നടന്നു കഴിഞ്ഞിരുന്നു. ഈ പറഞ്ഞ പോലെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഉത്തരവാദിത്തം ഏറ്റിട്ടുണ്ട്. ഈ
ചൈനക്കാരായ എഞ്ചിനീയർമാരും ചൈനക്കാരായ നിക്ഷേപകരും ഇവിടെ വന്ന് ചൂഷണം ചെയ്യാണ്, ഇത് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പറഞ്ഞിട്ടുണ്ട്. വാഹനത്തിൽ വെച്ച സ്ഫോടകമായിരുന്നു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. വാഹനം എന്ന് പറയുമ്പോൾ ഓയിൽ ടാങ്കറും ആകാം. അതെ, ഓയിൽ ടാങ്കർ മറ്റേ പെട്രോളും കൂടി കത്തിപ്പിടിച്ച് അതിഭീകരമായ ഒരു മറ്റു വാഹനങ്ങളൊക്കെ ഉണ്ട്, അതിലൊക്കെ തീ പടരും. അങ്ങനെ ഒരു ഭീകരമായ ദൃശ്യമായിട്ടാണ് അവിടെ കണ്ടതായിട്ട് പറയുന്നത്. ഈ കമ്പനി കറാച്ചിക്കടുത്ത് പോർട്ട് കാസിമിൽ 2 കൽക്കരി പ്ലാന്റുകൾ പണിതുകൊണ്ടിരിക്കുക. അതാണ് ഈ ചൈനക്കാരുടെ വാഹന വ്യൂഹമൊക്കെ ഉണ്ടായത്. ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറിൻ്റെ ഭാഗമാണ്. ബലൂചിസ്ഥാനിൽ പല പദ്ധതികളുണ്ട്. ഗ്യാസ്, മിനറൽസ്, ആ ധാതു വാതക മേഖലകളിലൊക്കെയാണ്. ഇപ്പോൾ ചൈനയിൽ എണ്ണ നിക്ഷേപമൊക്കെ പാകിസ്ഥാനിലെ എണ്ണ നിക്ഷേപമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അത് ആരും റിഗുകൾ പണിയാനൊന്നും ആരും വരും എന്ന് തോന്നുന്നില്ല എന്നൊരു ചർച്ച നമ്മൾ ചെയ്തിരുന്നു. കാരണം സുരക്ഷാ പ്രശ്നങ്ങൾ കൊണ്ട് പാകിസ്ഥാനിൽ പണം മുടക്കാൻ ഈ ആരാംകോ പോലുള്ള കമ്പനികൾ, ഷെല്ല്, അവരെ അവിടെ ചെറുതായിട്ടുണ്ടായിരുന്നതിനെ നിർത്തി വിറ്റിട്ട് പോകുന്ന ഘട്ടമാണ്. അപ്പോൾ വിദേശ നിക്ഷേപകരുടെ ചൂഷണം അനുവദിക്കാൻ പറ്റില്ല. മാത്രമല്ല, ഇപ്പോൾ SCO സമ്മിറ്റ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഷാങ്ഹായ് ഉച്ചകോടിയോടെ നടക്കാനുണ്ട്. 2 ആഴ്ച കണ്ടേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇത് നടന്നിരിക്കുന്നത്. അപ്പോൾ സിന്ധിലെ ആഭ്യന്തരമന്ത്രി സിയാവുൾ ഹസനാണ് പറഞ്ഞത് ഇത് IED ബ്ലാസ്റ്റ് ആകാം, ടാങ്കർ സ്ഫോടനമാകാം എന്നൊക്കെ. ഗ്വാദർ എന്ന് പറഞ്ഞ ഈ ചൈനീസ് ഓപ്പറേഷനിലെ തുറമുഖം, അപ്പോൾ അത് ബലൂചിസ്ഥാൻ മേഖലയിലാണ്. അതിൻ്റെ അടുത്ത് നാവിക താവളം അടുത്തിടം, പാകിസ്ഥാൻ്റെ നാവിക താവളം അടുത്തിടെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ആക്രമിച്ചിരുന്നു. ഒരു ചാവേർ ബോംബർ ആണ് ആക്രമിച്ചത്. നമ്മളൊരു ഓപ്പറേഷൻ എറോഫിൻ്റെ ഭാഗമായിട്ടൊരു സ്ത്രീ ചാവേർ ബോംബർ ആക്രമിച്ച കാര്യവും നമ്മൾ പറഞ്ഞിരുന്നു, അവരുടെ കാര്യവും. അതുപോലെ ഈ ചൈനയുടെ 3 പ്രൊഫസർമാരെ കൊന്നിരുന്നു. അവിടെ കൺഫ്യൂഷ്യസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കറാച്ചി യൂണിവേഴ്സിറ്റിയിലെ കൺഫ്യൂഷ്യസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചൈനയുടെ ഒരു ചെയർ ആയി ഏർപ്പെടുത്തിയതാണ്. അവിടുത്തെ 3 ചൈനീസ് പ്രൊഫസർമാരെയും കൊലപ്പെടുത്തിയിരുന്നു ഈ BLA, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. പിന്നെ ഓഗസ്റ്റിൽ പഞ്ചാബിൽ നിന്നുള്ള നേരത്തെ ബസ്സുകളും ഒക്കെ ആക്രമിച്ച് ഒരാക്രമണത്തിൽ 74 പേര് കൊല്ലപ്പെട്ടിരുന്നു. 23 പേര് പഞ്ചാബിൽ നിന്നുള്ള മൈഗ്രൻസ് ആയിരുന്നു, 14 പേര് പട്ടാളക്കാർ. ഇങ്ങനെ ഈ ബലൂചിസ്ഥാനിൽ 1.5 കോടിയാണ് ജനസംഖ്യ. പാകിസ്ഥാനിൽ മൊത്തം 25 കോടിയോളം വരും. 60 ബില്യൺ ആണ് ഈ ചൈന, $60 ബില്യൺ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറിന് വേണ്ടി ചെലവാക്കുന്ന പണം മൊത്തത്തിൽ അത്രയുമാണ്. തെക്ക് പടിഞ്ഞാറൻ ചൈനയെ അറബിക്കടലുമായിട്ട് ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഇടനാഴി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരുടെ ഇൻട്രസ്റ്റ്, താല്പര്യങ്ങൾ, ചൈനീസ് താല്പര്യങ്ങൾ. 2019 ഈ ഗ്വാദർ പോർട്ടിൻ്റെ അടുത്ത് ഒർമാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ബസ് തടഞ്ഞു നിർത്തി 14 പേരെ വെടിവെച്ച് കൊന്നിരുന്നു ഈ ലിബറേഷൻ ആർമി. സെപ്റ്റംബറിലാണ്, കഴിഞ്ഞ മാസമാണ് ഓപ്പറേഷൻ എറോഫ്. ഇവരുടെ മജീദ് ബ്രിഗേഡ് ആക്രമിച്ചിട്ട് 30 പട്ടാളക്കാരെ ഈ ഓപ്പറേഷൻ എറോഫിൽ അവരുടെ നാവിക താവളത്തിൽ പോയി ആക്രമിച്ച് കൊലപ്പെടുത്തിയിരുന്നു. അപ്പോൾ ആ പരമ്പരയിലെ അവസാനത്തെ സംഭവമാണ് ഈ ചൈനയ്ക്കെതിരായ പാകിസ്ഥാനിലെ BLA ആക്രമണം. ഈ BLA ആക്രമണം എന്ന് പറയുമ്പോൾ സാറേ, അവർ ഈ ചാവേറുകളായിട്ട് സ്ത്രീകളും പുരുഷന്മാരും എല്ലാം വരികയാണ്. അപ്പോൾ ഈ ഷാങ്ഹായ് ഉച്ചകോടി നടക്കുമ്പോൾ എയർപോർട്ടിൻ്റെ അടുത്തൊരു സ്ഫോടനം ഉണ്ടായാൽ വിദേശികൾ നിങ്ങൾ വരുമ്പോൾ സൂക്ഷിക്കണമെന്നൊരു സന്ദേശം കൂടിയല്ലേ? സന്ദേശമുണ്ട്. ഷാങ്ഹായ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ സമ്മിറ്റ് ആര് നടത്തുന്ന, സത്യത്തിൽ അത് ചൈന മുൻകൈ എടുത്ത് ഉണ്ടാക്കിയതാണല്ലോ. അതാണ് ഷാങ്ഹായ് എന്നുള്ള പേര്. അതാ ഷാങ്ഹായിൽ ആദ്യം നടന്നു എന്നുള്ളതുകൊണ്ടാണ് ഷാങ്ഹായ് SCO സമ്മിറ്റ്. അതിൽ ഇന്ത്യ പോലെയുള്ള ഏതാനും സംഘടനകളുമൊക്കെ രാജ്യങ്ങളുമൊക്കെ ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ചൈനയെ പേടിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ സമ്മിറ്റ് ഇവിടെ നടത്തണ്ട, നിങ്ങൾ വേറെ എവിടെയെങ്കിലും നടത്തിക്കോ, നിങ്ങളുടെ രാജ്യത്ത് നടത്തിക്കോ, പിൻവലിച്ചിട്ട് പൊക്കോ എന്നുള്ളതിൻ്റെ
സൂചന, സന്ദേശം ആണ് ഈ ആക്രമണത്തിലുള്ളത്. സാർ, അതുപോലെ ഈ ഗ്വാദർ തുറമുഖം എന്ന് പറയുന്നത് ഇപ്പോൾ പാക് ചൈന എക്കണോമിക് കോറിഡോറിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ അതും ഈ ബലൂചിസ്ഥാൻ്റെ ഭാഗത്തല്ലേ? അപ്പോൾ അതിലും ചൈനയ്ക്കൊരു മുൻതൂക്കം വരുമല്ലോ, അതും ഈ ബലൂചിസ്ഥാനുകൾക്ക് ഇഷ്ടമായിരിക്കും. ഇപ്പം എന്താണെന്ന് വെച്ചാൽ 5 എഞ്ചിനീയർമാരെ കൊന്നല്ലോ ഗ്വാദാർ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട്. അത് കഴിഞ്ഞപ്പോൾ അവിടെ പണി നടക്കുന്നില്ല. ഉണ്ടായിരുന്ന എഞ്ചിനീയർമാരൊക്കെ തിരിച്ച് ചൈനയിലേക്ക് പോയി. ജീവനിൽ കൊതിയുള്ളവരൊക്കെ സ്ഥലം വിട്ടു. ഇത് ഈ കോറിഡോർ പദ്ധതി വിചാരിച്ച സമയത്തൊന്നും തീരുന്ന ലക്ഷണമില്ല. വലിയ താമസം അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ബലൂചിസ്ഥാൻ പിന്നെ ഇത് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ലല്ലോ. ഇല്ല. എന്താ ഇനിയും അവരുടെ നീക്കം എന്നുള്ളത്? കാരണം അവരൊരു സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നാണ് അവർ പറയുന്നത്. അവിടെ അവർക്ക് സ്വന്തം രാജ്യം വേണം. സ്വന്തം രാജ്യം വേണം ബലൂചിസ്ഥാനിൽ. ഇപ്പോൾ ബംഗ്ലാദേശ് വിഭജിച്ചു പോയ പോലെ ബലൂചിസ്ഥാൻ. അല്ല, ഇതിനകത്ത് കുറച്ച് ഭാഗം ഈ ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുള്ള ഒരു രാജ്യമായിരിക്കില്ലേ അവർ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയൊക്കെ നടക്കുമല്ലോ. അത് മറ്റേ രാജ്യത്തിന്റെ ഭാഗമാണല്ലോ. തൽക്കാലം ഇത് കിട്ടിയിട്ട് ഒരു BLAയിലെ പ്രധാനപ്പെട്ട നേതാവ് അവിടെ പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ പുള്ളിക്ക് പിന്നെ മറ്റു കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാവില്ലല്ലോ. ഒരു പ്രധാനമന്ത്രി ആയില്ലോ, പ്രകൃതി വിഭവമൊക്കെ ഉള്ള സ്ഥലമാണ്, സ്വന്തം സ്ഥലമാണ്, രാജ്യാന്തര കമ്പനികൾ വരും. ഒരാൾ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മറ്റേ വിമോചന പോരാട്ടം ഇല്ലല്ലോ. ഇല്ല. ഭീകര പരിപാടിയൊക്കെ നിർത്തുമല്ലോ. അതെ, ആ രീതിയിലായിരിക്കും അവരുടെ ലക്ഷ്യം അല്ലേ? അതെ.